ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്തൊന്ന് പാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ഉദാഹരണമാണ്. നിങ്ങൾ കൃത്യമായിട്ടും ഇതനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹലോ ഫ്രണ്ട്സ്, ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുക എന്നുള്ളത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം റിവേഴ്സ് ഓടിക്കാനായിട്ടുള്ള 1-2 എളുപ്പ മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണ സഹിതം വണ്ടി നിങ്ങളെ ഓടിച്ച് കാണിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഞാൻ ഇത്തരത്തിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ നിങ്ങൾ സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് റോള് വഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഡ്രൈവിംഗ് സീറ്റ് ആ ഒരു റോള് വഹിക്കുന്നത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നത്? കൃത്യമായിട്ടും വാഹനത്തിന്റെ മിറർ നോക്കിക്കൊണ്ട് മാത്രമേ അത് നമുക്ക് സാധ്യമാകത്തുള്ളൂ. എന്നാൽ പുതിയ വാഹനങ്ങളിൽ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് വാഹനത്തിന്റെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാം. എന്നാൽ സൈഡൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഇരു സൈഡിലുള്ള വിങ് മിറർ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കത് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് വഹിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനനുയോജ്യമായിട്ട് വേണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ പല ആൾക്കാരും അവരുടെ ഇഷ്ടാനുസരണമാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും ശരിയായ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് വേണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു വാഹനം റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾ ഒരു വണ്ടിയിൽ തിരിഞ്ഞു നോക്കി വണ്ടിയുടെ ബാക്ക് നമ്മൾ കൃത്യമായിട്ട് കാണാവുന്നത് പോലെ തന്നെ നമുക്ക് നേരെ കൃത്യമായിട്ട് വാഹനത്തിന്റെ മിറർ എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഒരു വാഹനം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ബാക്കിലേക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ ക്യാമറ സ്റ്റിയറിംഗ് വീലിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സീറ്റ് കുറച്ച് ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. ഞാൻ സീറ്റിന്റെ ലിവറിൽ പിടിച്ച് ഇതേ മേളിലേക്ക് സീറ്റ് വരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മേളിൽ കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, ഏകദേശം ഒരു ഐഡിയ മാത്രം പറഞ്ഞു തരാം. അതായത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്ലച്ചും ബ്രേക്കും കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കാല് നമുക്ക് ചവിട്ടണം. അതായത് ക്ലച്ച് അമർത്തുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ക്ലച്ച് അമർത്താവുന്ന രീതിയിൽ നമ്മൾ സീറ്റ് മുന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഏകദേശം ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം തന്നെ സീറ്റിന്റെ ചാര അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് ഒരു 100-110 ഡിഗ്രി ഒരു ചെരിവിൽ ചാര അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കാരണവശാലും 90 ഡിഗ്രി ചെയ്യരുത്. 90 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു തരത്തിലിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു കാരണവശാലും വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ശകലം ചെരിച്ച് നമുക്ക് ചാരി ഇരിക്കാവുന്ന രീതിയിൽ സീറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ശരിയായ രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പിന്നീട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഒരു വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. മിറർ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും വണ്ടിയുടെ ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് കാണണം. പല ആൾക്കാരും മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റോങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഏകദേശം ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് റോഡ് കാണാം, വണ്ടിയുടെ സൈഡും കാണാം. പക്ഷെങ്കിൽ ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. ക്ലിയർ ആയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, വണ്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡ് ഏകദേശം ഈ ഒരു അളവിൽ കാണാവുന്ന രീതിയിലും അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഡോർ ഹാൻഡിൽ ഈ മിററിൻ്റെ സെൻറ്ററിൽ ഈ അറ്റത്ത് കാണാവുന്ന രീതിയിൽ വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്ക് സൈഡിലെ റോഡ് കാണാം, അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ കാണാം. നിങ്ങൾ നോക്കുക, സൈഡിൽ പുല്ലുണ്ട്, ഇവിടെ ചെറിയൊരു പോസ്റ്റ് നിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. എന്നാൽ പലരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും വണ്ടിയുടെ ബാക്ക് കാണാം. പക്ഷെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡിൽ കൂടെ ഏതെങ്കിലും ഒരു ആൾക്കാർ വന്നാലോ അല്ലെങ്കിൽ ചെറിയ വണ്ടികൾ വന്നാലോ നമ്മൾ കാണുന്നില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ നമ്മൾ വൈഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുകൂടെ വരുന്ന വാഹനങ്ങളെ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ.
അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഒരു വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്യാൻ. അതായത് ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഒരു 20% മാത്രം നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് കണ്ടാൽ മതി. കൃത്യമായിട്ട് 20% വണ്ടിയുടെ ബാക്ക് സൈഡ് കാണുക. ആ ബാക്കിലുള്ള ആ ഡോർ ഹാൻഡിൽ ഏകദേശം സെൻറ്ററായിട്ട് കാണാവുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. പിന്നെ സൈഡിൽ വരുന്ന ഒബ്ജക്റ്റുകളെ നിങ്ങൾ കാണുക. ഇപ്പം നിങ്ങൾ നോക്കുക, ബാക്കിൽ നമ്മുടെ തന്നെ ഒരു മാരുതി 800 കിടപ്പുണ്ട്, സൈഡിൽ 1-2 മരങ്ങൾ നിൽപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ ഒരു വാഹനം റിവേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ വണ്ടി ബാക്ക് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്തൊന്ന് പാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ഉദാഹരണമാണ്. നിങ്ങൾ കൃത്യമായിട്ടും ഇതനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഏകദേശം ആ കാണുന്ന നമ്മുടെ മാരുതി 800 കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വേണം നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലെ മിററാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് വണ്ടിയുടെ ആ ബോഡിയുടെ ഒരു ഏരിയ ഒരു ചെറിയൊരു ശതമാനം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഡോർ ഹാൻഡിൽ എനിക്ക് സെൻറ്ററായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അത് നോക്കിക്കൊണ്ടാണ് ഞാൻ വാഹനം നേരെ ബാക്കിലേക്ക് എടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഞാനിതേ ആ ഒരു സൈഡിലെ ആ ഒരു മിറർ നോക്കിക്കൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. ഏകദേശം ഇനി നമുക്ക് മെല്ലെ ഒടിഞ്ഞു തുടങ്ങേണ്ട ഒരു സ്പേസ് ആയിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഇതേ പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ശേഷം ഞാനിത് വീണ്ടും ആ ഒരു സൈഡ് മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, അവിടെ കിടക്കുന്ന മാരുതി 800 സൈഡിലുള്ള ചെറിയ ആ ഒബ്ജക്റ്റുകൾ, ആ മരത്തിന്റെ ഭാഗങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ട് അത് നോക്കിക്കൊണ്ട് വാഹനത്തിന്റെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു. ഇനി ഇപ്പൊ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് വാഹനത്തിന്റെ ബാക്ക് ചേർന്നു. ഇനി നമ്മൾ വീണ്ടും സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കണം. എന്നാലേ വണ്ടിയുടെ ബാക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചേർക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡ് ഒടിക്കുന്നു. ഒപ്പം നിങ്ങൾ നോക്കുക, വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിററും ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുകയാണ്. എനിക്ക് പൂർണ്ണമായിട്ടും ഇതേ ആ ഒരു ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതായത് ആ ബോഡിയുടെ ഏരിയ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം, ബാക്കിലെ റോഡ് കാണാം, സൈഡിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് ഞാനിത് വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ ഒന്ന് നോക്കുന്നു. ഇപ്പോൾ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി പൂർണ്ണമായിട്ട് ഞാൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, സൈഡിലുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഞാൻ മെല്ലെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് ഇനി പൂർണ്ണമായിട്ടും നമ്മൾ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കുക വണ്ടിയുടെ ബാക്ക്. നിങ്ങൾ നോക്കുക, ഞാൻ ബാക്ക് കൃത്യമായിട്ടൊന്ന് നോക്കുന്നു. വണ്ടി നേരെ പുറകിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ നേരെ ബാക്കിലേക്ക് വരുന്നു. ഇപ്പൊ ഏകദേശം വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീണ്ടും ഞാൻ നേരെയാക്കി കൊടുക്കുകയാണ്. നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മെല്ലെ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വാഹനം ഇവിടെ ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒതുങ്ങിയാണ് കിടക്കുന്നത്. ബാക്കിലായിട്ട് നമ്മുടെ ഒരു വണ്ടിയുണ്ട്. കുറച്ച് മുന്നേ ഞാൻ വണ്ടി നേരെ ബാക്കിലേക്ക് വന്നായിരുന്നു. അതിനുശേഷം അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് കയറിയാണ് ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം കൃത്യമായിട്ട് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട്. നമുക്കൊരു കാരണവശാലും അല്ലാതെ ഒരിക്കലും നമുക്കൊരു വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഉണ്ടാകത്തില്ല. എന്നാൽ പുതിയ വാഹനങ്ങളിൽ റിവേഴ്സ് ക്യാമറ ഉള്ളത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് രീതിയിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് റിവേഴ്സ് ക്യാമറയൊന്നും ഇല്ലാത്ത സാധാരണയാണ് ഒരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് അനുസരിച്ച് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് ഓൾ അമർത്തി കൊടുക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.